ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LDCയിലെ കലാകായിക സാഹിത്യ സംസ്കാരത്തിൻ്റെ പാർട്ട് 8 വീഡിയോ ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ കഥകളിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ അടുത്തൊരു പോർഷനിലോട്ട് കടക്കാൻ വേണ്ടി പോവുകയാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് മുന്നേ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഭാരതീയനായ കലാരൂപം ഏത് എന്നതാണ്. ഓപ്ഷൻ എ കഥകളി, ഓപ്ഷൻ ബി മോഹിനിയാട്ടം, ഓപ്ഷൻ സി കൂടിയാട്ടം, ഓപ്ഷൻ ഡി ഭരതനാട്യം. ഇതിലേതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ? അപ്പോൾ ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത്? കൂടിയാട്ടമാണ്. അപ്പോൾ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ഭാരതീയമായിട്ടുള്ള കലാരൂപം ഏതാണ്? കൂടിയാട്ടമാണ്. അപ്പോൾ ഈ കൂടിയാട്ടം എന്ന് പറയുന്നത് ഒരു അഭിനയ കലയാണ്. നൃത്തത്തേക്കാൾ അഭിനയത്തിനാണ് അത് പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ എന്ത് പറയുന്നുണ്ട്? അഭിനയത്തിൻ്റെ അമ്മ എന്നുകൂടി വിശേഷിപ്പിക്കുന്നുണ്ട്. എന്തിനെയാണ് അത് വിശേഷിപ്പിക്കുന്നത്? കൂടിയാട്ടത്തെയാണ് വിശേഷിപ്പിക്കുന്നത്. അതേപോലെ തന്നെ സംസ്കൃത നാടക രൂപങ്ങളിൽ ഒന്നാണ് എന്തെന്ന് പറയുന്നത്? കൂടിയാട്ടം എന്ന് പറയുന്നത്. ഒരു കൂടിയാട്ടം പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ 41 ദിവസമാണ് വേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ഭാരതീയ കലാരൂപം ഏതാണ്? കൂടിയാട്ടമാണ് യുനെസ്കോയുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള കലാരൂപം എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ഓർത്ത് വെക്കേണ്ട കാര്യം. ബാക്കിയൊക്കെ നമ്മുടെ എക്സ്ട്രാ നോളേജാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അമ്മന്നൂർ മാധവ ചാക്യാർ എന്ന കലാകാരൻ ഏതു കലയുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഓപ്ഷൻ എ കൂടിയാട്ടം, ഓപ്ഷൻ ബി കഥകളി, ഓപ്ഷൻ സി കൂത്ത്, ഓപ്ഷൻ ഡി കഥകളി സംഗീതം. ഇതിലേതുമായിട്ടാണ് അമ്മന്നൂർ മാധവ ചാക്യാർ എന്ന കലാകാരൻ ബന്ധപ്പെട്ട് കിടക്കുന്നത്? നമുക്ക് നോക്കി നോക്കാം. അതെ, കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണ്? കൂടിയാട്ടമാണ്. അമ്മന്നൂർ മാധവ ചാക്യാർ എന്ന കലാകാരൻ ബന്ധപ്പെട്ട് കിടക്കുന്ന കലാരൂപം ഏതാണ്? കൂടിയാട്ടമാണ്. അപ്പോൾ കൂടിയാട്ടത്തിൻ്റെ ഇദ്ദേഹത്തെ, അതായത് അമ്മന്നൂർ മാധവ ചാക്യാറിനെ നമ്മൾ കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നും കുലഗുരു എന്നുമൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് പത്മശ്രീയും പത്മഭൂഷണും കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡും കാളിദാസ് സമ്മാൻ ഒക്കെ ഇദ്ദേഹത്തിന് എന്തിട്ടുണ്ട്? ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മന്നൂർ മാധവ ചാക്യാർ കലാകാരൻ കൂടിയാട്ടവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കൂടിയാട്ടം നടക്കുന്ന സ്ഥലത്തെ പറയുന്ന പേരെന്താണ് എന്നതാണ്. ഉത്തരം എന്താണ്? കൂത്തമ്പലങ്ങൾ. കൂത്തമ്പലങ്ങൾ എന്നാണ് കൂടിയാട്ടം നടക്കുന്ന ആ ഭാഗത്തെ നമ്മൾ പറയുക. സ്റ്റേജിന് നമ്മൾ എന്താ പറയുക? കൂത്തമ്പലങ്ങൾ എന്നതാണ് പറയുന്നത്. ഈ കേരളത്തിലെ പ്രാചീന നാടക കലകൾ അവതരിപ്പിക്കുന്ന വേദിയാണ് എന്തെന്ന് പറയുന്നത്? ഈ കൂത്തമ്പലം എന്ന് പറയുന്നത്. അതെവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്പലങ്ങളിലെ സ്ത്രീകോവിലിൻ്റെ മുൻവശത്ത് തെക്കുമുറിയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കൂത്തമ്പലങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലെ മണ്ഡപ വിധിപ്രകാരമാണ് കൂത്തമ്പലങ്ങളുടെ നിർമ്മാണം വരുന്നത്. ശ്രദ്ധിച്ചോളുക. ഇതൊക്കെ ഒരു എക്സ്ട്രാ നോളേജാണ്. എല്ലാ കൂത്തമ്പലങ്ങളും ക്ഷേത്രങ്ങളുടെ അകത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കൂടിയാട്ടം നടക്കുന്ന സ്ഥലം ഏതാണ്? കൂത്തമ്പലമാണ്. ഈ കേരളത്തിലെ പ്രാചീനമായിട്ടുള്ള എല്ലാ കലാരൂപങ്ങളും കൂത്തമ്പലത്തിലാണ് നടക്കുന്നത്. അതേപോലെ അമ്പലത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മുൻവശത്തുള്ള തെക്കുമുറിയിലായിരിക്കും എന്തുണ്ടായിരിക്കുക? കൂത്തമ്പലത്തിൻ്റെ സ്ഥാനം ഉണ്ടായിരിക്കുക. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം, PSC എക്സാമിന് LDCയുടെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കും? കൂടിയാട്ടം നടക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരെന്താണെന്നായിരിക്കും. അതെന്താണ് ആൻസർ വരുന്നത്? കൂത്തമ്പലങ്ങൾ എന്നതായിരിക്കും റൈറ്റ് ആൻസർ വരിക. നാലാമത്തെ ക്വസ്റ്റ്യൻ, കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം ഏതാണ് എന്നതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ചെണ്ട, ഓപ്ഷൻ ബി ചേങ്ങില, ഓപ്ഷൻ സി മിഴാവ്, ഓപ്ഷൻ ഡി ഇലത്താളം. ഏതാണ് കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം? അപ്പം ഓപ്ഷൻ സി മിഴാവാണ് കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം എന്ന് പറയുന്നത്.
അതായത് കേരളത്തിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള കലാരൂപങ്ങളാണ് ഏതെന്ന് പറയുന്നത് കൂടിയാട്ടവും കൂത്തുമൊക്കെ. അതിൻ്റെ അകമ്പടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അതിലുപയോഗിക്കുന്ന വാദ്യോപകരണമാണ് ഏതെന്ന് പറയുന്നത് മിഴാവ് എന്ന് പറയുന്നത്. ഈ നമ്പ്യാർ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് എന്ത് വായിക്കുക, മിഴാവ് വായിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ മൺകുടങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് ലോഹക്കുടങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യം, നമ്മൾ LDCക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കും, കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം ഏതാണ് എന്നതാണ്. ഏതാണ്? മിഴാവാണ് കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം. അത് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യമാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്ത് ഏതാണ് എന്നതാണ്. ഓപ്ഷൻ എ ചാക്യാർ കൂത്ത്, ഓപ്ഷൻ ബി നങ്ങ്യാർ കൂത്ത്, ഓപ്ഷൻ സി നാട്ടുകൂത്ത്, ഓപ്ഷൻ ഡി വള്ളിക്കൂത്ത്. ഇതിലേതാണ് സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്ത് എന്നറിയപ്പെടുന്നത്? നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഓപ്ഷൻ ബി ആയിട്ടുള്ള നങ്ങ്യാർ കൂത്താണ് സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്തെന്നാണ് പറയുന്നത്. ഈ കൂടിയാട്ടത്തിലൊരു ഭാഗം തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഈ നങ്ങ്യാർ കൂത്തും. പക്ഷേ എന്താ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ഷേത്രങ്ങൾ ചെയ്തു വരുന്ന ഒരു കലാരൂപമാണ് എന്തെന്ന് പറയുന്നത് കൂടിയാട്ടം എന്ന് പറയുന്നത്. കൂടിയാട്ടത്തിൽ സ്ത്രീവേഷം കെട്ടുന്നവരാണ് എന്തെന്ന് പറയുന്നത് നങ്ങ്യാർമാരെന്ന് പറയുന്നത്. ഈ നങ്ങ്യാർമാർ മാത്രം നടത്തുന്ന കൂത്താണ് എന്തെന്ന് പറയുന്നത് നങ്ങ്യാർ കൂത്ത് എന്ന് പറയുന്നത്. ഈ 22-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയോട് കൂടിയിട്ടൊക്കെയാണ് ജാതി മതഭേദമന്യേ എല്ലാവർക്കും ഈ കലാരൂപം അഭ്യസിക്കാനും അവതരിപ്പിക്കാനും ഒക്കെ ഒരു അവസരം നൽകുന്നത് എപ്പോൾ തൊട്ടിട്ടാണ്? 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോട് കൂടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂത്തിൽ സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നങ്ങ്യാർ കൂത്താണ് സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്തെന്ന് പറയുന്നത്. അതാണ് നമുക്ക് ഓർത്ത് വയ്ക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഒന്നുകൂടിയും പറയാം, സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്ത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? നങ്ങ്യാർ കൂത്താണ് സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്ത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, കലക്കത്ത് ഭവൻ ഏതു കലാകാരൻ്റെ വീട്ടുപേരാണ്? ഇത് മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, കലക്കത്ത് ഭവൻ ഏതു കലാകാരൻ്റെ വീട്ടുപേരാണ്? ഓപ്ഷൻ എ തുഞ്ചത്ത് എഴുത്തച്ഛൻ, ഓപ്ഷൻ ബി കുഞ്ചൻ നമ്പ്യാർ, ഓപ്ഷൻ സി ചെറുശ്ശേരി, ഓപ്ഷൻ ഡി ഉണ്ണായി വാര്യർ. ഇതിലേതാണ് റൈറ്റായിട്ട് ആൻസർ വരുന്നത്? കലക്കത്ത് ഭവൻ ആരുമായിട്ടാണ് റിലേറ്റഡ്? അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി കുഞ്ചൻ നമ്പ്യാറാണ്. കലക്കത്ത് ഭവൻ എന്ന ഏത് കലാകാരൻ്റെ വീട്ടുപേരാണ്? കുഞ്ചൻ നമ്പ്യാരുടെ വീട്ടുപേരാണ് ഏതെന്ന് പറയുന്നത് കലക്കത്ത് ഭവൻ എന്ന് പറയുന്നത്. ഈ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചിട്ട് നമുക്ക് പറയുമ്പോൾ ഓർമ്മ വരുന്ന ഫസ്റ്റ് കാര്യം എന്താണ്? തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് ആരെന്ന് പറയുന്നത് കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളത്, അദ്ദേഹം ഏതൊരു കാര്യത്തെയും വിമർശിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അത് എന്താണ്, ഒരു ഹാസ്യ രൂപത്തിലാണ് അദ്ദേഹം വിമർശിക്കുകയും, ഒരു എന്താ വെച്ചാൽ നർമ്മവും, അല്ലെങ്കിൽ എന്നുവെച്ചാൽ വായിക്കുന്ന ഒരാൾക്ക് അതൊരു ഒരിക്കലും ബോറായിട്ട് തോന്നില്ല. ആ രീതിയിലാണ് ഏതൊരു കാര്യത്തെയും അദ്ദേഹം എന്ത് ചെയ്യുന്നത്, വിമർശിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇദ്ദേഹം തുള്ളൽ കൃതി എഴുതാനുള്ള റീസൺ തന്നെ ഈ ചാക്യാർ കൂത്തിൻ്റെ മിഴാവ് കൊട്ടാൻ ഇരിക്കാനാണ് നമ്മൾ പറഞ്ഞത് ഈ നമ്പ്യാർമാരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുഞ്ചൻ നമ്പ്യാർ ഒരു ദിവസം മിഴാവ് കൊട്ടാൻ വേണ്ടിയിട്ട് ഇരുന്ന സമയത്ത് ചാക്യാറിന് നമ്പ്യാറിനെ, നമ്മുടെ കുഞ്ചൻ നമ്പ്യാറിനെ ചാക്യാർ എന്ത് ചെയ്തു, പരിഹസിക്കുകയും അതേ തുടർന്നുള്ള പ്രതികാരത്തിൻ്റെ പേരിലാണ് തുള്ളൽ പ്രസ്ഥാനം രൂപപ്പെട്ട് എന്നുള്ളൊരു കഥയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, കലക്കത്ത് ഭവൻ എന്ന് പറയുന്നത് ആരുടെ വീട്ടുപേരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ്? കുഞ്ചൻ നമ്പ്യാരുടെ വീട്ടുപേരാണ് കലക്കത്ത് ഭവൻ എന്ന് പറയുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ,
പേവിഷബാധ കാരണം മരണപ്പെട്ടു എന്നറിയപ്പെടുന്ന കലാകാരൻ ആരാണ് എന്നതാണ്. ഓപ്ഷൻ എ ചെറുശ്ശേരി, ഓപ്ഷൻ ബി കുഞ്ചൻ നമ്പ്യാർ, ഓപ്ഷൻ സി തുഞ്ചത്ത് രാമാനുജൻ, ഓപ്ഷൻ ഡി ഉണ്ണായി വാര്യർ. ഇതിലാരാണ് പേവിഷബാധ കാരണം മരണപ്പെട്ടു എന്നറിയപ്പെടുന്നത്? ഏതാണ്? ചെറുശ്ശേരിയാണോ, കുഞ്ചൻ നമ്പ്യാരാണോ, തുഞ്ചത്ത് രാമാനുജനാണോ, ഉണ്ണായി വാര്യരാണോ? അപ്പം ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി കുഞ്ചൻ നമ്പ്യാരാണ് പേവിഷബാധ കാരണം മരണപ്പെട്ടിട്ടുള്ള കലാകാരൻ എന്നറിയപ്പെടുന്നത്. ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. പേവിഷബാധ കാരണമാണ് അദ്ദേഹം മരിക്കാനുള്ള കാരണം എന്താണ്? പേവിഷബാധയാണ്. അത് ബാധിച്ച് മരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? കുഞ്ചൻ. അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ. കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ആലപ്പുഴയിലെ അമ്പലപ്പുഴയിൽ, ഓപ്ഷൻ ബി പാലക്കാട് ജില്ലയിലെ ലക്കിടിയിൽ, ഓപ്ഷൻ സി തൃശ്ശൂർ, ഓപ്ഷൻ ഡി മലപ്പുറം. ഇതിലെവിടെയാണ് കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്? അപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആലപ്പുഴയിലെ അമ്പലപ്പുഴയിലാണ് കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ജനിച്ചതും ഒക്കെ പാലക്കാട് ജില്ലയിലെ ലക്കിടി തീവണ്ടി ഓഫീസിനടുത്തുള്ള കിള്ളിക്കുറിശി മംഗലത്താണ് കുഞ്ചൻ നമ്പ്യാരിലെ ജനനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ബാല്യകാലത്തിന് ശേഷം ബാല്യകാല വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം പിതാവിനോടൊപ്പം അച്ഛൻ്റെ നാടായിട്ടുള്ള കിടങ്ങൂരിലെത്തി. ഈ തുടർന്നാണ് ചെമ്പകശ്ശേരിയിൽ അദ്ദേഹം ആശ്രിതനായും കുറേ കാലം അദ്ദേഹം എവിടെ ജീവിച്ചത്? അമ്പലപ്പുഴയിൽ ജീവിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് ആലപ്പുഴയിലെ അമ്പലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ സ്മാരകവും കാര്യങ്ങളൊക്കെ. അദ്ദേഹം ബാല്യകാലത്തിന് ശേഷം ഫുൾ ജീവിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ജീവിതവും കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത് എവിടെയാണ്? ആലപ്പുഴയിലെ അമ്പലപ്പുഴയിലാണ് അത് നടന്നിരിക്കുന്നത്. അതേ കാരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആലപ്പുഴയിലെ അമ്പലപ്പുഴയിലാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ. മെയ് 5 ആരുടെ ദിനമായാണ് ആഘോഷിക്കുന്നത് എന്നതാണ്. ആരുടെ ദിനമായിട്ടാണ് മെയ് 5 ആഘോഷിക്കുന്നത്? കുഞ്ചൻ നമ്പ്യാരുടെ ദിനമായിട്ടാണ് മെയ് 5 ആഘോഷിക്കുന്നത്. അപ്പം മെയ് 5 ആരുടെ ദിനം കൂടിയാണ്? കുഞ്ചൻ നമ്പ്യാരുടെ ദിനം കൂടിയാണ്. ഇത് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുമാണ്. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ. കുഞ്ചൻ ദിനം എന്നാണ് എന്നതാണ്. ഓപ്ഷൻ എ മെയ് 31, ഓപ്ഷൻ ബി ഡിസംബർ 31, ഓപ്ഷൻ സി ഒക്ടോബർ 31, ഓപ്ഷൻ ഡി ജനുവരി 31. അപ്പോൾ കുഞ്ചൻ ദിനം എന്നാണ്? മെയ് 31 ഡിസംബർ 31 ഒക്ടോബർ 31 ജനുവരി 31? ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? അപ്പം റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? കുഞ്ചൻ ദിനം ഏതായിട്ടാണ് അറിയപ്പെടുന്നത്? ഡിസംബർ 31 കുഞ്ചൻ ദിനമായിട്ട് വരുന്നത്. കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് നമുക്കറിയാം. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നമ്മൾ 31 ആഘോഷിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? തിരൂരിൽ തുഞ്ചൻ പറമ്പിലാണ് അദ്ദേഹത്തിൻ്റെ സ്മാരകവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ തുഞ്ചൻ ദിനത്തിന്, അതായത് ഡിസംബർ 31 അവിടെയാണ് ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് 10 ക്വസ്റ്റ്യൻസാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഭാരതീയ കലാരൂപം ഏതാണ്? കൂടിയാട്ടമാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള കലാരൂപം എന്ന് പറയുന്നത്. പിന്നെ ഏതാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മമ്മിയൂർ മാധവ ചാക്യാർ ഏത് കലയുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? കൂടിയാട്ടവുമായിട്ടാണത് ബന്ധപ്പെട്ട് കിടക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കൂടിയാട്ടം നടക്കുന്ന സ്ഥലത്തെ പറയുന്ന പേരെന്തായിരുന്നു? എന്തായിരുന്നു പേര്? കൂത്തമ്പലം
കൂത്തമ്പലം എന്നായിരുന്നു അതിനെ പറയുന്ന പേര്. കൂടിയാട്ടം നടക്കുന്ന സ്ഥലത്തെ പറയുന്ന പേരുണ്ടായിരുന്നത്. പിന്നെ അടുത്തത് എന്തായിരുന്നു? കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ്? മിഴാവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാദ്യോപകരണമാണ് കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്നത്. പിന്നെ 5ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്തിനെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നങ്ങ്യാർ കൂത്തെന്ന പേരിലാണ് സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്തിനെ പറയപ്പെടുന്നുണ്ടായിരുന്നത്. പിന്നെ 6ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? 6ാമത്തെ ക്വസ്റ്റ്യൻ കലക്കത്ത് ഭവൻ ഏത് കലാകാരൻ്റെ വീട്ടുപേരാണ് എന്തായിരുന്നു? കുഞ്ചൻ നമ്പ്യാരുടെ വീട്ടുപേരാണ് ഏതെന്ന് പറയുന്നത്? കലക്കത്ത് ഭവൻ എന്ന് പറയുന്നത്. പിന്നെ 7ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പേ വിഷവാതം മൂലം മരണപ്പെട്ടിട്ടുള്ള കലാകാരൻ ഏതായിരുന്നു എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ആരാണ് പേ വിഷബാധ മൂലം മരണപ്പെട്ടത്? കുഞ്ചൻ നമ്പ്യാരാണ് പേ വിഷബാധ മൂലം മരണമടഞ്ഞത്. ഇനി കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആലപ്പുഴയിലെ അമ്പലപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ പാലക്കാട് ലക്കിടിയിലും അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെ വീടും കാര്യങ്ങളൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മെയ് 5 ആരുടെ ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്? കുഞ്ചൻ നമ്പ്യാരുടെ ദിനമായിട്ടാണ് നമ്മൾ മെയ് 5 ആഘോഷിക്കുന്നത്. ഇനി തുഞ്ചൻ ദിനം എന്നാണ്? ഡിസംബർ 31 തുഞ്ചൻ ദിനമായിട്ട് അറിയപ്പെടുന്നത്. ഈ ക്വസ്റ്റ്യൻസൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണിത്. മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. അപ്പം എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് 10 ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.